Hello, welcome to Zaali kitchen. ഇന്നത്തെ റെസിപ്പി പ്ലെയിൻ ആയിട്ടുള്ള ഒരു മന്തി റൈസ് ആണ്. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തും പിന്നെ പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു റൈസ്. ഇതിൽ ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാര്യമായിട്ട് വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്തി റൈസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ വെജിറ്റബിൾ ഓയിലായാലും മതി, പക്ഷേ വെളിച്ചെണ്ണ എടുക്കരുത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഏലക്ക, പിന്നെ 2 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ പീസ് ബേ ലീഫ്, അതുപോലെ ഒരു ചെറിയ പീസ് പട്ട ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ ഇതിലേക്ക് 2 സവാള ഇതുപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി പിന്നെ 2 പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അറബിക് മസാല, ഞാൻ ആ കപ്സ ഉണ്ടാക്കുന്ന സമയത്ത് അറബിക് സ്പൈസ് മസാല പൗഡർ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടേനു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഗരം മസാല സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പൊടികളെ പച്ചമുളകൊക്കെ പോയിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അരച്ചിട്ട് ചേർക്കുന്നതായിരിക്കും. റൈസ് കഴിക്കുന്ന സമയത്ത് തക്കാളിയുടെ പീസസ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും തക്കാളി അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ. അറബിക് റൈസുകളിൽ കൂടുതൽ അവർ തക്കാളി അരച്ചിട്ടാണ് ചേർക്കാറുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ റെഡിയായിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മാഗിയുടെ ഇതുപോലത്തെ ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശരിക്കും ഇതാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത്. ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല, എന്നാലും ചിക്കൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ ഈ ഒരു റൈസിന് കിട്ടുന്നുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. ഇതുപോലെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക്. ഈ ഒരു പാക്കിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ 2 ക്യൂബാണ് ഉണ്ടാവുക. നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ വേണ്ടതുകൊണ്ട് ഞാൻ 2ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൂപ്പിലൊക്കെ ഇത് ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് അലിയിച്ചിട്ടാണ് ചേർക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആ ചൂട് കൊണ്ട് ഇത് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ സ്റ്റോക്കൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പുതിനയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു വലിയൊരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഒന്ന് കുക്കാവാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ ഞാൻ റൈസ് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കപ്പ് എടുക്കുന്നുണ്ടോ അതിൻ്റെ 1 കപ്പ് എക്സ്ട്രാ വെള്ളം എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം തിളച്ച് കിട്ടും. ഇപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സെല്ല റൈസൊന്നുമല്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ആ ഒരു വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത്. അതിനുശേഷം മുകളിലൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. റെഡി ആയിട്ടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ, വെള്ളം വറ്റുന്നവരെ.
ആ സമയത്ത് നമുക്ക് മന്തിക്കൊക്കെ എപ്പം നല്ലൊരു സ്മോക്കി ഫ്ലേവർ അല്ലേ, അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ റൈസ് ഇല്ലേ അതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേനു. അതിൽ ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കത്തിച്ച ചാർക്കോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പുക വരാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു പുക പുറത്തേക്കൊന്നും പോരുത്, റൈസിൽ നന്നായിട്ട് പിടിച്ചു കിട്ടണം. അടച്ചു വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാനിന്റെ ലിഡിനൊക്കെ ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, അത് കവർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് തുറന്ന് നോക്കുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത് വെച്ച് ആ ബൗളൊക്കെ മാറ്റിയിട്ട് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തനിയെ തനിയെ അങ്ങ് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് റൈസയോ അച്ചാറോ എന്ത് വേണമെങ്കിലും സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്